ആലപ്പുഴയിൽ 2 പേർ MDMA-യുമായി പിടിയിലായി. തൃക്കുന്നപ്പുഴ സ്വദേശി സാജിദ്, ആറാട്ടുപുഴ സ്വദേശി കാശിനാഥ് എന്നിവരാണ് പിടിയിലായത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഇവരുടെ പക്കൽ നിന്നും എത്ര ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്? ഇതിനുമായി ബന്ധപ്പെട്ടത് എവിടെ നിന്ന് വാങ്ങി? അത്തരം വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ആലപ്പുഴ ജില്ലയിൽ ആകമാനം MDMA-യുടെ വിതരണം നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണ് ഈ രണ്ടുപേർ എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. തൃക്കുന്നപ്പുഴ സ്വദേശി സാജിദ് ഇവിടെ സ്വകാര്യ ബസിന്റെ ഒരു ഓണർ കൂടിയാണ്. വലിയവിട എന്ന സ്വകാര്യ ബസ്, അത് ആലപ്പുഴ തോട്ടപ്പള്ളി വലിയരിക്കൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. ആ ബസിന്റെ ഉടമയാണ് സാജിദ്. സാജിദിന്റെ സഹായിയായി ബസ്സിൽ പോകുന്ന ആളാണ് കാശിനാഥ്. ഈ രണ്ടുപേരും ബസ് കേന്ദ്രീകരിച്ചാണ് MDMA വിൽപ്പന നടത്തിയിരുന്നത്. അതിൽ കയറുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ ഇവരുടെ MDMA-യുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അവരുടെ കസ്റ്റമേഴ്സ് ആക്കിയിരുന്നു. അങ്ങനെയാണ് പോലീസിന് ഈ വിവരം, എക്സൈസിനും പോലീസിനും ഈ വിവരം ലഭിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥികളിൽ മാത്രമല്ല, ബസ്സിൽ കയറുന്ന ആളുകളിൽ മാത്രമല്ല, പ്രാദേശികമായി കൂടി ഇവരുടെ പക്കൽ നിന്ന് MDMA വാങ്ങുന്ന ആളുകളുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു 2 ഗ്രാം MDMA പിടിയിലായ ഒരാളിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഈ സാജിദിൽ നിന്നാണ് എന്ന വിവരം എക്സൈസിന് ലഭിക്കുന്നത്. അങ്ങനെ ഈ സാജിദിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. പിന്നീട് ആ സാജിദിനെ പിടികൂടിയതിലൂടെയാണ് സാജിദിന്റെ സഹായിയായ കാശിനാഥ് കൂടി ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ വ്യാപകമായ ആലപ്പുഴ ജില്ലയിൽ MDMA നൽകുന്ന വലിയ സംഘത്തിലെ കണ്ണികളാണ് ഇവർ എന്ന പോലീസിനും എക്സൈസിനും ഒക്കെ മനസ്സിലാകുന്നത്. ഇതിൽ ഈ കാശിനാഥ് പ്രാദേശിക BJP നേതാവിന്റെ മകൻ കൂടിയാണ്. BJPയുടെ ആറാട്ടുപുഴ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹിയും ബൂത്ത് പ്രസിഡന്റുമായ ഒരാളുടെ മകനാണ് ഈ കാശിനാഥ്. എന്തായാലും പോലീസ് ഇതിൽ വ്യാപക അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് MDMA കിട്ടുന്നത് എന്നടക്കമുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ വിപണി കേന്ദ്രീകരിച്ച വലിയ തോതിൽ MDMA അടക്കം ആലപ്പുഴ ബീച്ചിലടക്കം വിൽപ്പന നടത്തുന്ന ഒരു സംഘം ഇവരുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രവർത്തിച്ചു എന്നൊരു കണ്ടെത്തൽ കൂടി നിലവിൽ എക്സൈസിന് പക്കലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ എത്താൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പോലീസ് ശ്രമിക്കുന്നത്. നിലവിൽ ഈ പിടിയിലായ 2 പേരും റിമാൻഡിലായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.